അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് XandY ലേണിങ്ങിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ ഒന്നായിട്ടുള്ള മലബാർ സെൻട്രൽ സ്കൂളിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ അടിപൊളി ബ്യൂട്ടിഫുൾ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഹൈബ്രിഡ് കോഴ്സ് നടക്കുന്നുണ്ട്. ബേസിക് മാത്ത് കോഴ്സ്, അഥവാ മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് അതിലുള്ള ആക്ടിവിറ്റീസ്, എങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ നിയാസറും കൂടെ ഉണ്ട്. അപ്പോൾ നിയാസറും കൂടി ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നിയാസറാണ് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസുകളുടെ ഒക്കെ ഇൻചാർജ് ആയിട്ടുള്ള ആള്. നമ്മുടെ കുട്ടികളുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ ക്ലാസ്സിലോട്ട് പോയി നോക്കാം. ഗുഡ് മോർണിംഗ്. അനസേറെ ക്ലാസ്സിനിടയിൽ ചെറിയൊരു ഇന്ററപ്ഷൻ വരുത്തിയാണ് കയറി വന്നാണ്. എന്താ അവസ്ഥ? ക്ലാസ് എങ്ങനെ പോണു? അനസർ പൊളിയല്ലേ? ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് ക്ലാസ് ആണല്ലേ? നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ്. എനിക്കാണ് ഹൈബ്രിഡ് ക്യാമ്പസുകൾക്കുള്ള ഇൻചാർജ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അനസറൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടേ, മുപ്പര് പോകുന്നുണ്ടോ, ക്ലാസ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഫൈനൽ ക്ലാസ് ആണ്. ഇന്നത്തോട് കൂടി തീരാണല്ലേ നമ്മുടെ ഒരു കോഴ്സ്. സങ്കടം ഉണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര സങ്കടം ഉണ്ടല്ലേ? കുറെ ആൾക്കാരൊക്കെ കരയുന്നതൊക്കെയാണ് കേട്ടത്. ഓക്കെ, പക്ഷെ ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും XandY ലേണിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ഒരു ഹൈബ്രിഡ് കോഴ്സിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത വർഷം ഇതിനേക്കാളും വലിയ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ ആളുകൾക്കായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും വലിയ പ്ലാൻസ് ആണ്. ഇപ്പോൾ ഒരു 1 month ആണെങ്കിൽ ഇനി അടുത്തൊരു 1 year ലോങ് പ്രോഗ്രാംസ് ഒക്കെയാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ ഇപ്പോൾ 9th-ലും 8th-ലൊക്കെ ഉള്ള ആളുകൾക്ക് അത് അടുത്ത വർഷവും കിട്ടും. ഇനി എന്തായാലും അനസർ ക്ലാസ് ഞങ്ങൾ ഇനിയും ബ്ലോക്ക് ചെയ്യുന്നില്ല. സാർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യട്ടെ. അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊരു ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടി ഇരുന്നിട്ടല്ലേ ജസ്റ്റ് ഒന്ന് ഒരു ക്ലോസിംഗ് സെറിമണി നടത്താം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലേ, ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ സ്കൂളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ക്ലാസ്സുകളും കേട്ട് അവരുടെ ടീച്ചേഴ്സും നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ XandYയുടെ ഹൈബ്രിഡ് ക്യാമ്പസുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പല ക്യാമ്പസുകളും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഓൺലൈനായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണും, അതുപോലെ തന്നെ അവർക്ക് ഓഫ്ലൈനായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 1/2 hour 1 hour സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് കോൺസെപ്റ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ടീച്ചേഴ്സ് അപ്പോൾ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അതിൻ്റെ എക്സ്ട്രാ ആയിക്കൊണ്ട് ഇതേപോലെ നമ്മൾ പല ദിവസങ്ങളിലും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകളും അവർക്ക് ഓഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് കോഴ്സാണ് ആക്ച്വലി ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഈ കോവിഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് സിലബസ് പഠിപ്പിക്കാനുള്ളതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ടൈം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ബേസിക് മാത്ത് കോഴ്സ് ഒരു ഹൈബ്രിഡ് മോഡിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ടോപ്പിക് വൈസ് വീഡിയോസ് ആയിക്കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് ആ ഒരു വീഡിയോസ് കാണുന്നു. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു വീഡിയോ കാണുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അടുത്ത വീഡിയോ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ അറൗണ്ട് 1000+ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഒരു വർക്ക്ഷീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആപ്പ് വഴി ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിനും എക്സ്ട്രാ ആയിക്കൊണ്ട് എക്സാമുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Mathematics will come and catch you, or it will demand you. So no doubt you can escape from the world. കുറച്ചും കൂടെയൊക്കെ നമുക്കൊരു അഡ്വാൻസ് ചെയ്ത് പഠിക്കാനും നോർമൽ സ്റ്റുഡൻസ് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലോട്ട് വേണ്ട ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ്, അതൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഓക്സ്ഫോർഡും ഹവാർഡൊക്കെ എന്ന് മുതലോ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ റിപ്പീറ്റ് ചെയ്യുന്നത് പോലും ഹൈബ്രിഡ് ക്യാമ്പസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ എന്നുള്ള രീതിയിൽ. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഫാക്കൽറ്റീസിനെ മാത്രം ഒരു സ്ഥാപനം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. അതുപോലെ കംപ്ലീറ്റ് ഡേ നമ്മുടെ ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്ന സ്കൂളുകളുണ്ട്. ഇതൊരു ക്ലോസിംഗ് സെറിമണി അല്ല, ആക്ച്വലി ഇതൊരു സ്റ്റാർട്ടിംഗ് സെറിമണിയാണ്. ഇനി ഫ്യൂച്ചറിലോട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആക്ച്വലി ഈ ഒരു ബേസിക് മാത്ത് കോഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ
നമ്മൾ ആ ജസ്റ്റ് ഒന്ന് വേണമെന്ന് വിചാരിച്ച് വാച്ച് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് സാറ് നേരത്തെ പറഞ്ഞ സ്കിൽ. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്കിൽ ബേസ്ഡ് സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. എനിക്ക് അറിയാത്ത 2 ടോപ്പിക്സ് ആയിരുന്നു, പവേഴ്സ് ആൻഡ് എക്സ്പോണൻസും ജിയോമെട്രിന്റെ ആ ലാസ്റ്റ് ടോപ്പിക്കും. അത് രണ്ടും എനിക്ക് ക്ലിയർ ആയി. നമുക്ക് മെറ്റീരിയൽ ബുക്കും വർക്ക് ബുക്കും നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ മാത്സിൽ ഇക്വേഷൻസ് കിട്ടും, അത് ചെയ്തെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാസ്ക് ഉണ്ടായിരുന്നത്. ഈ കൊറോണന്റെ ഓൺലൈൻ ക്ലാസിന്റെ സമയത്ത് ഇനി സ്ക്വയർ റൂട്ട്സും ക്യൂബ് റൂട്ട്സും ഒക്കെ പഠിച്ചത്, അതുകൊണ്ട് അതിന്റെ ബേസിക്സ് എനിക്ക് തീരെ ഇല്ല. ഇനി അത് കിട്ടിയപ്പോൾ ശരിക്കും നല്ല ഹാപ്പി ആയി. അവസാനം എത്തിയപ്പോൾ നല്ല ഹാർഡ് ടോപ്പിക്സ് ആയിരുന്നു കിട്ടിയത്. മാത്സ് ബേസിക് ഒന്ന് ഫൗണ്ടേഷൻ ഒന്ന് കറക്റ്റ് ആയി തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോവർ ക്ലാസ്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഓരോ സെക്ഷൻസ് ഉണ്ടായിരുന്നു. സ്ക്വയേഴ്സ്, അതുപോലെ തന്നെ റേഷ്യോസ്, അത് ഞങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇതിലൊക്കെ. ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ക്ലിയർ ആയി. സാധാരണ എല്ലാ സ്റ്റുഡൻസിന്റെയും പേരൻസിന്റെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണെന്ന് വെച്ച് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നിയിട്ടില്ല, നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ക്ലാസ് കേൾക്കാതായി കണ്ട് കുറെ വിട്ടുപോയി, അതൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് കവർ ചെയ്തിങ്ങനെ. ഏറ്റവും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ഫോമിലാണ് ഇവര് ക്ലാസ് എടുത്തിരുന്നത്. നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആക്ടിവിറ്റീസ്, അത് കഴിഞ്ഞിട്ട് അവർ തന്നെ എന്ന ഒരു വർക്ക് ബുക്കിൽ നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കോവിഡാനന്തര സ്കൂളിങ് ഒരു വലിയ ചാലഞ്ചാണ് നമ്മളെപ്പോലുള്ള എഡ്യൂക്കേറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പോസ്റ്റ് കോവിഡ് സ്കൂളിങ്ങിനെ കുറിച്ച് മലബാർ സെൻട്രൽ സ്കൂളിൻ്റെ അക്കാഡമിക് കൗൺസിൽ ഗൗരവത്തിൽ തന്നെ ആലോചിച്ചിരുന്നു. നമുക്കറിയാം സയൻസ് സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്സ് പോലുള്ള സ്കിൽഡ് സബ്ജക്റ്റുകളിൽ കോവിഡ് കാലത്ത് കുട്ടികൾക്കുണ്ടായ ലേണിംഗ് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിട്ടായിരുന്നു നമ്മൾ പോസ്റ്റ് കോവിഡ് സ്കൂളിങ്ങിനെ കണ്ടത്. ഇതിനൊരു പരിഹാരം വലിയ തോതിൽ നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. നമുക്ക് എന്തായാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹായം നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നിലവിൽ നമ്മുടെ ടീച്ചേഴ്സിന് ഒരുപക്ഷെ അവർക്ക് സിലബസും പരീക്ഷകളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മുൻകാലങ്ങളിൽ കുട്ടികൾക്കുണ്ടായ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ആ 2 വർഷം ഉണ്ടായ ആ ലേണിംഗ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് ടാസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇനി ഏറ്റെടുത്താൽ തന്നെ അത് ഇഫക്റ്റീവായിട്ട് നടത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ മേഖലയിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ഈ ഒരു ഫീൽഡിൽ ആളുകളെ നമ്മൾ അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മൾ XandY എന്ന് പറയുന്ന കുറച്ച് NITians IITians ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഏജൻസിയെ കാണുകയും അവരോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ലേണിംഗ് ബേസിക് മാത്സ് ഫൗണ്ടേഷൻ സ്വഭാവത്തിലുള്ള ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ നമ്മളൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടന്നു. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ അവർ പരിഗണിച്ചുകൊണ്ട് മലബാർ സെൻട്രൽ സ്കൂളിന് പര്യാപ്തമായ രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. കസ്റ്റമൈസ്ഡ് വേർഷൻ ആയിട്ടുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. കുട്ടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനങ്ങൾ, മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അത് നമുക്ക് നേരത്തെ അയച്ചിടുകയും അത് നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ CBSE NCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സർവേ മുമ്പേ നടത്തുകയും അങ്ങനെ വെൽ സ്റ്റഡീഡാണ് നമ്മുടെ XandY ടീം എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തുകയും നമ്മൾ കുട്ടികൾക്ക് സെഷൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ചാലഞ്ച് ആയിരുന്നു ഈ ഓൺലൈൻ സ്വഭാവത്തിലുള്ള ഒരു ക്ലാസ് എത്രത്തോളം കുട്ടികളെ ഏറ്റെടുക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും ഓൺലൈൻ അല്ലാതെ ഓൺലൈൻ ഓഫ്ലൈൻ ബ്ലെൻഡഡ് സ്വഭാവത്തിലുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യായിരുന്നു. മാത്രമല്ല ഈ ഒരു ബ്ലെൻഡഡ് മോഡ് ഓഫ് ക്ലാസ്സസ് എനിക്ക് തോന്നുന്നു വളരെ നന്നായി തോന്നുന്നു. അതുപോലെ ഇടയ്ക്ക് വെച്ച് അവർ നടത്തുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻ അത് വളരെ നന്നായി. കാരണം കുട്ടികൾ കാണുന്ന ക്ലാസ്സുകൾക്ക് ശേഷം ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ഫ്രീ ഹിറ്റാണ്, അവർക്ക് എന്തും ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഡിസ്കഷൻ മോഡലുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. അതൊരു പുതിയ കാലത്തെ ഒരു സ്ട്രാറ്റജിയാണ്. വലിയ സ്ഥാപനങ്ങളൊക്കെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇതുപോലെ സെഷനുകൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് ഡേ, ഒരു ഫുൾ ഡേ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പിന്നെ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിൽ ഒരു കുട്ടി പറയുകയുണ്ടായി, ഞാനിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന സംശയങ്ങൾ ചോദിക്കാൻ ഓൺലൈൻ ആയതുകൊണ്ട് പറ്റില്ലല്ലോ എന്ന് കരുതി ആ സംശയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോഴേക്കും അടുത്ത സീക്വൻസ്, ആ വീഡിയോയുടെ സീക്വൻസ് ഞങ്ങളുടെ സംശയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന അധ്യാപകന് അതിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അടുത്ത സീക്വൻസിലൂടെ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ ഒരു സ്വഭാവത്തിലായിരുന്നു ആ സെഷൻ ചെയ്തിരുന്നത്. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് വലിയ തോതിൽ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റീജേഴ്സിന്റെയും ഫ്രാക്ഷൻസിന്റെയും ഓപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നല്ലപോലെ സോൾവ് ചെയ്തിട്ടുണ്ട്. എക്സ്പോണൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇപ്പം നന്നായിട്ട് ചെയ്യാൻ സാധിക്കും.
സാധിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സ് കാരണം. IITകളുടെ ഒക്കെ റിസൾട്ടിൽ മലയാളികളുടെ സംഭാവന തുച്ഛമാണ്. അതിനൊരു കാരണം ഈ മാത്തമാറ്റിക്സ് പോലുള്ള ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ അവരുടെ ബേസിലുള്ള അവരുടെ ഗ്രിപ്പില്ലായ്മയാണ്. എന്നാൽ നമ്മൾ പിന്നോക്കമാണെന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മിടുക്കരായ കുട്ടികൾ ഇതുപോലുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ തരുന്നുണ്ട്. ഇത് സയൻസ് സബ്ജക്റ്റുകൾ മാത്രമല്ല, ഈ ഒരു ബേസിലായ കുട്ടികൾ UPSC എക്സാമുകളിൽ സിവിൽ സർവീസ് എക്സാമുകളിലൊക്കെ പിന്നോക്കം തള്ളുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർമുലകളും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം, പക്ഷെ അതെങ്ങനെ ആൻസറിലോട്ട് എത്താൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ ഒരു പരിധിവരെ ഈ ഒരു കോഴ്സിന് സാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. XandY നൽകിയ സൊല്യൂഷൻസ് വളരെ നമ്മളെപ്പോലുള്ള സ്കൂളുകൾക്ക് റെഗുലർ ക്ലാസ്സുകൾ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ ഫോളോ അപ്പ് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് നമ്മുടെ കോർഡിനേറ്ററെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയും സ്ഥാപനത്തെയൊക്കെ വളരെ നന്നായിട്ട് ഇതിനോട് അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികളെ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഒരു 6ാം ക്ലാസ് മുതൽ തന്നെ അവർക്ക് സയൻസ് സബ്ജക്റ്റുകളിലും മാത്സ് സബ്ജക്റ്റുകളിലും ഫൗണ്ടേഷൻ സ്വഭാവത്തിലുള്ള ക്ലാസ്സുകൾ നൽകാൻ നമ്മൾ തീരുമാനിക്കാം. മൊഡ്യൂൾസും ഒക്കെ തന്നെ വളരെ ചെറിയ ദൈർഘ്യത്തിലുള്ള മൊഡ്യൂൾസുകളായിരുന്നു. വല്ലാതെ ബോറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ക്ലാസ്സുകൾ കേൾക്കാനും അതിന് ശേഷം ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോഴും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടുകയുണ്ടായി. പിന്നെ ടീച്ചർ എന്ന നിലയിലും നമ്മൾ പിന്നീട് ക്ലാസ്സിലേക്ക് പോകുമ്പം കുട്ടികളിലെ ഒരു കോൺഫിഡൻസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ആളുകളൊക്കെ വളരെ ജെന്വിനായ അക്കാഡമിഷ്യൻസ് ആണ്. ഇതൊരു ഒരു ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജെന്വിനായിട്ട് ഈ അക്കാഡമിക് അഫയേഴ്സിനെ കാണുന്ന ആളുകളാണ്. അത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകളുടെ സേവനം നമ്മുടെ പുതിയ കാലത്തെ സ്കൂളിങ്ങിനെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സമൂഹത്തിലെ ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ല കാഴ്ചപ്പാടുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു വഴികാട്ടി വെളിച്ചമൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇതിന് പിന്നിൽ സഹകരിച്ച XandY ടീമിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസുകളിലൊന്നായ മലബാർ സെൻട്രൽ സ്കൂളിലെ വിശേഷങ്ങളാണ്. ഇതേപോലെ ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള ഹൈബ്രിഡ് ക്യാമ്പസുകളുടെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിയാസറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായ നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് ക്യാമ്പസുകളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിയാസർ ഒന്നുകൂടെ വിളിക്കാം. കാരണം നേരത്തെ പറഞ്ഞപ്പോൾ നിയാസർ പറഞ്ഞത് ഇത് ക്ലാസ് പോയിട്ട് ഒക്കെ കണ്ട് എല്ലാവരോടും ചോദിച്ചിട്ട് പറയാന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടു, സ്റ്റുഡൻസിനെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, പ്രിൻസിപ്പൾമാരെ കണ്ടു. അപ്പോൾ ഇനി നിയാസർ പറയാതെ എന്ത് ചെയ്യില്ല, വിടില്ല. അപ്പോൾ ഇനി നിയാസർ പറയട്ടെ, ഇനി നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസുകൾ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രൂപത്തിൽ എങ്ങനെയാണ് ബേസിക് മാത്സ് ഈ മലബാർ സ്കൂളിൽ അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്, അല്ലേ? അപ്പോൾ ഈ ഒരു രൂപത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്കൂളുകളുമായി നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഇനിയും കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുമായി XandY എന്ത് ചെയ്യുന്നു, ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ക്യാമ്പസുകളിൽ NITയിൽ പഠിക്കുന്ന, IITയിൽ പഠിക്കുന്ന ഏറ്റവും മികച്ച XandYയുടെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ സ്കൂളിലെ ഫാക്കൽറ്റീസും കൂടി ഒരുമിച്ചുള്ള ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ സ്കൂളിലും എത്താൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ഹൈബ്രിഡ് ക്യാമ്പസുമായി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.